ഹലോ ഓൾ വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. SQL അതായത് നിങ്ങളുടെ മൊഡ്യൂൾ 2ന്റെ തേർഡ് ഹാഫിൽ റിലേഷണൽ ആൾജിബ്ര കഴിഞ്ഞിട്ട് SQL സ്റ്റാർട്ട് ചെയ്യുന്ന ഹാഫിൽ DDL കമാൻഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് DDL കമാൻഡ്സ്? ഡാറ്റയുടെ ഡെഫിനേഷൻ ലാംഗ്വേജ് ആണ് DDL കമാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഡാറ്റ ബേസ് ക്രിയേറ്റ് ചെയ്യാണ്, അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ആ ഒരു ടേബിളിന്റെ രൂപത്തിലും കാര്യങ്ങൾക്കും ഒക്കെ വ്യത്യാസം വരുത്തുന്നത്, ഓൾട്ടർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് DDL കമാൻഡ്സ്. DML കമാൻഡ്സ് മൊഡ്യൂൾ 3യിലാണ് വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് മൊഡ്യൂൾ 3യിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വരീസിനെയാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. അതിന്റെ തിയറി അല്ല, ക്വരീസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരു പാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സ്ഥിരമായിട്ട് SQL നിങ്ങളുടെ DBMS എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിനൊരു ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 14th ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊരു മൊഡ്യൂൾ 2ന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ DDLന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിന്റെ ക്വറി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് റീസെന്റ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യന്റെ ബി പാർട്ടാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഒന്നുകിൽ റിലേഷണൽ ആൾജിബ്രയുടെ ഒരു പാർട്ട് ഉണ്ടാവും, റിലേഷണൽ ആൾജിബ്ര ആൻഡ് നിങ്ങളുടെ സ്കീമ എഴുതാനായിട്ട്. റിലേഷണൽ ആൾജിബ്രയിൽ നിന്ന് ഒരു സ്കീമ തന്നിട്ട് അതിന് ഈ ഡയഗ്രാം ആക്കൽ, ഈ ഡയഗ്രാം ടു സ്കീമ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 14 എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ബി പാർട്ടിൽ വരുന്ന 10 മാർക്ക് വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എല്ലാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്സ് ഒറ്റയടിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും 3 അല്ലെങ്കിൽ 4 സബ്പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യനിൽ 3 സബ്പാർട്ടാണ് ഉള്ളത്. ഈ മൂന്നെണ്ണത്തിന് 10 മാർക്കാണ് വരിക. ഇപ്പൊ മിക്കവാറും ലാസ്റ്റത്തെ ക്വസ്റ്റ്യന് ഇച്ചിരി മാർക്ക് കൂടുതൽ ഉണ്ടാകും. അങ്ങനെയായിരിക്കും. 3, 3, 4 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മിക്കവാറും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു റിലേഷണൽ സ്കീമ തന്നിട്ടുണ്ട്. അതായത് ഒരു ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിൽ 3 ടേബിളാണുള്ളത്: സ്റ്റുഡന്റ് ടേബിൾ, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ, പ്രൊഫസർ ടേബിൾ. സ്റ്റുഡന്റ് ടേബിളിലെ റോൾ നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. ആൻഡ് സ്റ്റുഡന്റ് ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്ന ഒരു ഫോറിൻ കീ ഉണ്ട്. അഡ്വൈസർ എന്ന് പറയുന്നത് ഒരു ഫോറിൻ കീ ആണ്. അതായത് ഒരു സ്റ്റുഡന്റ് എടുത്താൽ സ്റ്റുഡന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഒക്കെയാണ് അത് പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് അഡ്വൈസർ എന്ന് പറയുന്നത് പ്രൊഫസർ ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്രൊഫസറിന്റെ അണ്ടറിലായിരിക്കും ആ സ്റ്റുഡന്റ് വരുന്നത്. അതുകൊണ്ടാണ് അഡ്വൈസർ എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ടേബിൾ ആണ്. ഡിപ്പാർട്ട്മെന്റ് ID, നെയിം, HOD, ഫോൺ നമ്പർ. പ്രൊഫസർ ടേബിളിൽ എംപ്ലോയി ID, പ്രൊഫസർ പറയുന്ന ഒരു എംപ്ലോയി ആണ്, അയാൾക്ക് ഒരു എംപ്ലോയി ID ഉണ്ടാവും. ഒരു പ്രൊഫസർ എന്ന് പറയുന്നത് ഒരു HOD, ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത ഒരു HOD ഉണ്ടാവണമല്ലോ. HOD ഈസ് ഓൾസോ എ പ്രൊഫസർ. അപ്പോൾ പ്രൊഫസർ ടേബിളിൽ നിന്നാണ് ആ എംപ്ലോയി ID ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ വന്നത്. പിന്നെ നെയിം ഉണ്ട്, സെക്സ്, സ്റ്റാർട്ട് ഇയർ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ഫോൺ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മളടുത്ത് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. DDL ക്വസ്റ്റ്യൻസ് ആണിത്. ഇത് DML അല്ല. DML മൊഡ്യൂൾ 3യിൽ വരുന്നതാണ്. ഇത് മൊഡ്യൂൾ 2ന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്രിയേറ്റ് എ ടേബിൾ, സ്റ്റുഡന്റ്, ഡിപ്പാർട്ട്മെന്റ്, പ്രൊഫസർ. ഈ 3 ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ SQL സ്റ്റേറ്റ്മെന്റ് എഴുതാൻ, അതായത് ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന ആ കമാൻഡ് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് പ്രൈമറി കീസും ഫോറിൻ കീസ്, ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എല്ലാം സ്പെസിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഓരോ ടേബിളായിട്ട് വരാം. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലാണ് ഇവിടെ 2 ഫോറിൻ കീസ് 2 വന്നിട്ടുണ്ട്: ഡിപ്പാർട്ട്മെന്റ് നമ്പറും അഡ്വൈസറും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിൽ HOD എന്ന് പറയുന്നത് ശരിക്കും ഫോറിൻ കീ ആണ്. നമുക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഫോറിൻ കീ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം എല്ലാ ഫോറിൻ കീസും നമ്മളിവിടെ കൊടുക്കണം. സോ സേ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടേബിളിനെ ഞാൻ പ്ലെയിൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഇപ്പോൾ ഫോറിൻ കീ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം: ഡിപ്പാർട്ട്മെന്റ് ID, അത്
ഐ ഡി എന്ന് പറയുന്നത് എനിക്ക് ഇൻറ്റിജർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വാർക്യാർ, അതായത് ഇപ്പോൾ പ്രൊഫസർ 101 അങ്ങനെയാണ് ഐ ഡി എങ്കിൽ P101 A101 അങ്ങനെ എന്തെങ്കിലും ഒരു ഐ ഡി ആണെങ്കിൽ ഇറ്റ് ഇസ് വാർക്യാർ ആണ്. സോ വാർക്യാർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ക്യാരക്ടർ ആണ്. 10 ഡിജിറ്റ് വരെ 10 മാക്സിമം 10 ലെങ്ത് ഉള്ള ഒരു വാർക്യാർ ഐ ഡി ആണ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത്. അത് പ്രൈമറി കീ ആയതുകൊണ്ട് നമ്മൾ പ്രൈമറി കീ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇത് നിങ്ങൾ ക്രിയേറ്റേബിളിന്റെ സിന്റാക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് പ്രൈമറി കീ എന്ന് പറയുന്നത് ഇവിടെ എഴുതി കൊടുക്കാം. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതാണ് മാക്സിമം ഡയറക്ട്ലി പ്രൈമറി കീ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ എഴുതി കൊടുക്കുന്നതാണ് നല്ലത്. അത് കൂടാതെ ഇപ്പൊ ഫോറിൻ കീ ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് അത് താഴത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് താഴെ ഒരു സെക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് താഴെ എഴുതാം. അതാണ് നമുക്ക് ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് പ്രൈമറി കീ എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈമറി കീ എന്നിട്ട് DPT ID എന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതി ചേർക്കാം. അതും നല്ല മെത്തേഡാണ്. പക്ഷെ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഇതായതുകൊണ്ട് ഞാനിത് ഇങ്ങനെ എഴുതുന്നു. നെയിം എന്ന് പറയുന്നതും വാർക്യാർ ആണ്. അതിന്റെ സൈസ് 100 ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ പേര് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. HOD വാർക്യാർ ഞാൻ കൊടുത്തു. ബിക്കോസ് ഐ ഡി ആണ്. HOD എന്ന് പറയുന്നത് പ്രൊഫസറിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതും ഒരു ഐ ഡി ആയതുകൊണ്ട് ഞാൻ അതും വാർക്യാർ കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറിൻ കീ ആണ്. ഞാനത് ഇവിടെ എഴുതിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോട്ട് ഇട്ടതാണ്. ഇതും ഫോറിൻ കീ ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേബിളിൽ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ടേബിളാണ്. ഈ ടേബിളിനെ ഞാനിപ്പോ ഇവിടെ ഫോറിൻ കീന്ന് എഴുതി കഴിഞ്ഞാൽ ഫോറിൻ കീ ടു പ്രൊഫസർ ആണെങ്കിൽ പ്രൊഫസർ എന്ന് പറയുന്ന ടേബിൾ ആദ്യമേ ഉണ്ടാവണം. പ്രൊഫസർ എന്ന് പറയുന്ന ടേബിൾ ആദ്യമേ ഉണ്ടോ? ഇല്ല. ഞാൻ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഈ 3 ടേബിൾ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ എനിക്ക് പ്രൊഫസർ എന്ന് പറയുന്ന ടേബിൾ ഇല്ലാത്ത ടേബിളിലേക്ക് ഒരിക്കലും എനിക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ റെഫറൻസ് കൊടുത്താൽ ഇങ്ങനൊരു ടേബിൾ അവിടെ ഉണ്ടാവണം. ഇങ്ങനൊരു ടേബിൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഒരു ടേബിൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ പ്രൊഫസർ ടേബിൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. സ്റ്റുഡന്റ് ടേബിൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റുഡന്റ് ടേബിളിൽ 2 ഫോറിൻ കീ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും സ്റ്റുഡന്റ് ടേബിൾ ആദ്യം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എളുപ്പം ഈ 2-ൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഫോറിൻ കീ ഇപ്പൊ കൊടുക്കണ്ട. ഇപ്പൊ തൽക്കാലം ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടേബിളിന് ഫോറിൻ കീ കൊടുക്കുന്നില്ല എന്ന് വെക്കുക. എന്നിട്ട് പിന്നീട് നമുക്ക് ഓൾട്ടർ ടേബിൾ വെച്ചിട്ട് ഫോറിൻ കീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അത്രയും ഡെപ്തിൽ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ തൽക്കാലം ഡിപ്പാർട്ട്മെന്റ് ടേബിളിന് HOD എന്ന് പറയുന്ന ആ ഒരു റെഫറൻസ് ഞാൻ കൊടുത്തിട്ടില്ല. ബിക്കോസ് പ്രൊഫസർ എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും ആ റെഫറൻസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ദെൻ ഫോണും വാർക്യാറും ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ഇത് ഇൻറ്റിജർ കൊടുക്കാം, വാർക്യാർ കൊടുക്കണമെങ്കിൽ വാർക്യാർ കൊടുക്കാം, ഇൻറ്റിജർ കൊടുക്കണമെങ്കിൽ ഇൻറ്റിജർ കൊടുക്കാം. മാക്സിമം ഞാൻ വാർക്യാർ കൊടുക്കുമായിരിക്കും ബെറ്റർ. ബിക്കോസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് അതിലേക്ക് ഇൻറ്റിജർ ആക്കാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആക്കാം. ഇതിന് എന്തായാലും നമ്മൾ ആഡും ഡെലീറ്റും ചെയ്യാത്ത കാരണം, ആഡ് സബ്ട്രാക്റ്റും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നും ആവശ്യമില്ലാത്ത കാരണം ഇതിനെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളിപ്പോൾ ഒരു സാലറി അങ്ങനത്തെ സാധനങ്ങൾക്ക് മാത്രമാണ് നമ്മൾ സാധാരണ ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ. ദെൻ അടുത്തത് പ്രൊഫസർ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫസർ ടേബിളിൽ ഇതുപോലെ എംപ്ലോയി ID ഞാൻ പ്രൈമറി കീ ആയിട്ട് വെച്ചു. വാർക്യാർ ആണ്. നെയിം വാർക്യാർ ആണ്. സെക്സ് എന്ന് പറയുന്ന ആകെ സിംഗിൾ ക്യാരക്ടർ ആണ്. അതിന് വാർക്യാർ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം എന്താണ് ആ സാധനം എന്താണ്. സെക്സ് എന്ന് പറഞ്ഞാൽ F അല്ലെങ്കിൽ M, ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ, ഇത് രണ്ടാണ് വരാനുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അതർ ഉണ്ടെങ്കിൽ അതല്ലേ വരാനുള്ളൂ. അപ്പോൾ ആകെ ഒരു ക്യാരക്ടറിന്റെ ആവശ്യമുള്ളൂ അതിന്. അതുകൊണ്ട് CHARF1 കൊടുത്തു. സ്റ്റാർട്ട് ഇയർ എന്ന് പറയുന്നത് ഇയർ മാത്രം മതിയോണ്ട് നമ്മൾ ഇൻറ്റു കൊടുത്തു. ഇനിയിപ്പോ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഡേറ്റ് എന്ന് കൊടുത്തേനെ. ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ഒരു ഇയർ മാത്രം മതി, ഇതുകൊണ്ട് നമ്മൾ ഇൻറ്റിജർ ആണ് അവിടെ കൊടുത്തത്. ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിൽ നിന്ന് വരുന്ന സാധനമാണ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ. അപ്പൊ അത് വാർക്യാർ ആണ്. എന്നിട്ട് അത് നമ്മൾ ഫോറിൻ കീ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതാ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഴുതി കൊടുക്കാം. പക്ഷെ എപ്പോഴും ഫോറിൻ കീ കൺസ്ട്രെയിൻസ് താഴെ എഴുതുന്നതാണ് നല്ലത്. ബിക്കോസ് എന്നാലും നമുക്കത് വൃത്തിയായിട്ട് ഇരിക്കും. നമുക്കത് അതിനൊരു ഐഡിയ മനസ്സിലാക്കാൻ എപ്പോഴും നല്ലത് ഫോറിൻ കീ കൺസ്ട്രെയിൻസ് എല്ലാം എല്ലാ വേരിയബിൾസും കഴിഞ്ഞതിന് ശേഷം താഴെയായിട്ട് എഴുതുന്നതാണ് നല്ലത്. പിന്നെ ഫോണ് വാർക്യാർ ആണ്. ഇനി നമ്മൾ കൺസ്ട്രെയിൻ എഴുതുകയാണ്. ഇതാണ് കൺസ്ട്രെയിൻ.
ഫോറിൻ കീ ഏതാണ് ഫോറിൻ കീ? ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോറിൻ കീ. അത് എന്തിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്? ഫോറിൻ കീ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഇത് കീവേഡ് ആണ്, ഇത് അങ്ങനെ തന്നെ എഴുതണം. ബ്രാക്കറ്റിൽ കിടക്കുന്നത് ഇവിടെ നമ്മൾ എന്ത് പേര് കൊടുത്തു ആ പേര്. റെഫറൻസസ് അതും കീവേഡ് ആണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിന്റെ പേര്, ഏത് ടേബിളിനെ റെഫറൻസ് ചെയ്യുന്നു. ഈ ടേബിളിൽ എന്ത് സാധനത്തിന് നമ്മൾ ഈ ടേബിളിന്റെ അകത്തെ ആട്രിബ്യൂട്ടിന്റെ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ID എന്നുള്ളത്. അപ്പൊ അതിനെ ഇവിടെ കൊടുക്കുന്നു. എപ്പോഴും നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടേബിളിന്റെ പേരുകൾ എപ്പോഴും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. അതിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ട്സിന്റെ പേരുകൾ കംപ്ലീറ്റ്ലി സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുള്ളൂ. എപ്പോഴും അതാണ് ഒരു നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടോ, ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ്, പ്രൊഫസർ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ്, സ്റ്റുഡന്റ് കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന റോൾ നമ്പർ, നെയിം, ഡിഗ്രി എല്ലാ സാധനം സ്മോൾ ലെറ്ററിൽ എഴുതിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടാൻ എളുപ്പമുണ്ടാവും. പിന്നെ മാത്രമല്ല ഫോറിൻ കീ അതൊക്കെ ഫുൾ ക്യാപിറ്റലിൽ എഴുതാൻ ശ്രമിക്കുക. അത് സ്മോൾ ലെറ്ററിൽ എഴുതിയ തെറ്റല്ല, പക്ഷെ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുമ്പോൾ അതിനൊരു സെപ്പറേറ്റ് മീനിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കും. നിങ്ങൾ ശരിക്കും SQL അത് ചെയ്യുമ്പോൾ MySQL ഒക്കെ ചെയ്യാൻ നേരത്തെ അതിനൊരു സെപ്പറേറ്റ് കളർ വരും. അതൊരു കീവേഡ് ആയതുകൊണ്ടാണ്. ഇനി ടേബിൾ, സ്റ്റുഡന്റ് ടേബിൾ ഇതുപോലെ തന്നെ റോൾ നമ്പർ പ്രൈമറി കീ ആണ്, നെയിം വാർക്യാർ ആണ്, ഡിഗ്രി ഇയർ ഇൻറ്റിജർ ആണ്, സെക്സ് ക്യാരക്ടർ, ഡിപ്പാർട്ട്മെന്റ് നമ്പറും അഡ്വൈസറും ഇത് രണ്ടും ഈ രണ്ട് ടേബിളിൽ നിന്ന് ഉള്ളതാണ്. സോ ഡിപ്പാർട്ട്മെന്റ് നമ്പറിനെ നമ്മൾ എങ്ങനെ ചെയ്തു? ഫോറിൻ കീ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, റെഫറൻസസ് ഡിപ്പാർട്ട്മെന്റ് ID. ഇനി ഇവിടെ ഞാൻ ഒരു സാധനം കൂടെ എഴുതിയിട്ടുണ്ട്, ഓൺ ഡിലീറ്റ് സെറ്റ് നൾ ഓൺ അപ്ഡേറ്റ് കാസ്കേഡ്. ഇങ്ങനൊരു സാധനം ഞാൻ ഇവിടെ രണ്ടിടത്തും എഴുതിയിട്ടുണ്ട്. ഫോറിൻ കീ ചെയ്യാൻ നേരത്തെ നമ്മൾ ഇത്രയും വരെ മതിയാവും, നമുക്ക് ഫോറിൻ കീ ആണെന്ന് പറയാൻ എത്രയും മതിയാവും. ഇവിടെ ഞാൻ ഒരു സാധനം എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്, ഓൺ ഡിലീറ്റ് സെറ്റ് നൾ ഓൺ അപ്ഡേറ്റ് കാസ്കേഡ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ സെറ്റ് നള്ള് ചെയ്യണം ഓൺ അപ്ഡേറ്റ് കാസ്കേഡ്. ഇതെന്താണ് നമുക്ക് നോക്കാം. സോ ഒരു ഫോറിൻ കീ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിവിടെ ഫോറിൻ കീ കൊടുത്ത് റെഫറൻസ് ചെയ്യുന്ന സാധനമാണ് ഫോറിൻ കീ. അതായത് ഒരു ടേബിളിലുള്ള വാല്യൂവിനെ വേറൊരു ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഒരു ടേബിളിലെ പ്രൈമറി കീ ആയിട്ടുള്ള ഒരു സാധനത്തിനെ വേറൊരു ടേബിളിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതിനാണ് ഫോറിൻ കീ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പൊ സെയിം ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു പ്രൊഫസർ ഉണ്ട്. ആ പ്രൊഫസർ CS ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഡിപ്പാർട്ട്മെന്റ് ID ഇല്ലാതെ, ഡിപ്പാർട്ട്മെന്റ് ID CS എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതെ CS ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രൊഫസറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് എൻഷുവർ ചെയ്യലാണ് നമ്മുടെ ഫോറിൻ കീ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോറിൻ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് CS ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രൊഫസറിനെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം, എന്നാലേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല എങ്കിൽ, അതായത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിന് കുറച്ച് ആക്ഷൻസ് ഉണ്ട്. അതായത് നമ്മളൊരു റോയിനെ റെഫർ ചെയ്തൊരു റോയിനെ, അതായത് ഇപ്പൊ സെയിം ഞാനൊരു സ്റ്റുഡന്റിനെ ഡിലീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിലീറ്റ് ചെയ്യാണ്. സെയിം ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ നിർത്താൻ തീരുമാനിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നിർത്തുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എല്ലാവരെയും എനിക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ വാല്യൂ സം രീതിക്ക് അപ്ഡേറ്റ് ചെയ്യണം. അവരെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നിർത്തിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരെയും ഒരു കോമൺ ആയിട്ട് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ ടീച്ചേഴ്സിനെയും എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം, അവരെല്ലാവരെയും ആ കോളേജിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതെന്ത് വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒന്നെങ്കിൽ റെഫറൻസ് ചെയ്ത റോ അത് ഡിലീറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും എന്താണ് സംഭവിക്കേണ്ടത്. അപ്പൊ അതില് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്? ഓൺ ഡിലീറ്റ്, സെറ്റ് നൾ, ഓൺ അപ്ഡേറ്റ്, കാസ്കേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിലീറ്റ് ചെയ്യുമ്പോൾ നള്ളായിട്ട് സെറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കാസ്കേഡ് ചെയ്യണം. ഇതാണ് 2 ഓപ്ഷൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് 3 രീതിക്കാണ് ചെയ്യേണ്ടത്.
അപ്പോൾ മൂന്ന് 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 കൺട്രോൾസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഡിലീറ്റ് ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോഴും, ഇത് ഡിലീറ്റ് ഓർ അപ്ഡേറ്റ്. ഇവിടെ നമ്മൾ ഡിലീറ്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓൺ ഡിലീറ്റ് ചെയ്യുമ്പോൾ നല്ലായിട്ട് സെറ്റ് ചെയ്യുക. സോറി, ഇവിടെ അപ്ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കാസ്കേഡ് ചെയ്യണം. ഇപ്പൊ ഡിലീറ്റ് ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോഴും 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ സെറ്റ് നൾ കൊടുക്കാം, അല്ലെങ്കിൽ കാസ്കേഡ് കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റ് ഡിഫോൾട്ട് കൊടുക്കാം. സെറ്റ് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ CS ഡിപ്പാർട്ട്മെന്റ് ഡിലീറ്റ് ചെയ്യണം. CS ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സ്റ്റാഫിന്റെയും ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് നള്ളാക്കി വെക്കുക. ഇനിയുവല്ല, ഇഫ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഡിലീറ്റഡ്, സെറ്റ് സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെന്റ് ബിക്കം നൾ. സ്റ്റുഡൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് നള്ളാക്കി വെക്കുക. അതായത് ഒന്നുമില്ല, നള്ളെന്ന് പറയുന്ന ഒരു വാല്യൂ ആക്കി വയ്ക്കുന്നു. അപ്പോൾ ഫോറിൻ കീ വാല്യൂവിനെ നള്ളാക്കി വെക്കുക. ഇതാണ് ആദ്യത്തെ. ഇപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത്? ഡിലീറ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ, ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിലീറ്റ് ആവുകയാണ് എങ്കിൽ, ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ CS എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡിലീറ്റ് ആവുകയാണെങ്കിൽ, ഇവിടെ സ്റ്റുഡന്റ് ടേബിളിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ആ CS ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറയുന്നത് നള്ളാക്കി വെച്ചു. ഇനി അതല്ലെങ്കിൽ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാസ്കേഡ് ആണ്. ഓക്കെ, ഡിലീറ്റിനും അപ്ഡേറ്റിനും, ഡിലീറ്റ് ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ 3 ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഒരെണ്ണം തന്നെ ചൂസ് ചെയ്യണം എന്നില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കാസ്കേഡ് ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ്സ് ഓർ അപ്ഡേറ്റ് ദ റെഫറൻസ് ഇൻ റോ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി ടേബിളുകളിൽ എല്ലായിടത്തും എവിടേക്ക് അത് റെഫറൻസ് ചെയ്യുന്നു അവിടെ എല്ലായിടത്തും ആ ചേഞ്ച് അപ്ഡേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ. ഡിലീറ്റിംഗ് എ ഡിപ്പാർട്ട്മെന്റ് ഡിലീറ്റ്സ് ഓൾ ഇറ്റ്സ് പ്രൊഫസേഴ്സ്. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇപ്പോൾ CS ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രൊഫസേഴ്സിനെയും എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ഡിലീറ്റ് ചെയ്യണം. അതിങ്ങനെ ആ ചേഞ്ച് പ്രൊപ്പഗേറ്റ് ചെയ്യണം. അതിങ്ങനെ വീണ്ടും 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 ബാക്കി എല്ലായിടത്തും അത് അഫക്റ്റ് ചെയ്യണം. അതാണ് കാസ്കേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെറ്റ് ഡിഫോൾട്ട് ഉണ്ട്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, സേ ഇപ്പോൾ 101 അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതാണ് സെറ്റ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രീ ഡിപ്പെൻഡ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ CS ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും എനിക്ക് ഈസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ സെറ്റ് ഡിഫോൾട്ട് ആയിട്ട് ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ CS ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാസ്കേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഓൺ ഡിലീറ്റ് കാസ്കേഡ് എന്ന് കൊടുക്കുവാണ് എങ്കിൽ ഇപ്പൊ സ്റ്റുഡന്റ് ടേബിളിൽ തന്നെ ഞാൻ ഫോറിൻ കീ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. അതിനെ ഓൺ ഡിലീറ്റ് കാസ്കേഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. അതാണ് കാസ്കേഡിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ഇത് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ആഡ് ആൻ അഡ്രസ് ആട്രിബ്യൂട്ട് ഇൻ ദി ടേബിൾ സ്റ്റുഡന്റ്. അഡ്രസ് ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാനായിട്ട് ഒരു പുതിയ ഒരു കോളം ആഡ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ടേബിൾ ആണ്. ഓൾട്ടർ ടേബിളിന്റെ പേര് ആഡ്. പുതിയ ഒരു കോളം ആഡ് ചെയ്യാനായതുകൊണ്ട് ADD എന്ന് പറയുന്നത് അതൊരു കീവേഡ് ആണ്, ആഡ്. പിന്നെ നമ്മുടെ ആട്രിബ്യൂട്ടിന്റെ പേര് അഡ്രസ് ആഡ് ചെയ്തു. അതിന്റെ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനൊക്കെ മാർക്ക് കുറവായിരിക്കും, കൂടുതൽ മാർക്ക് ഇതിന് തന്നെ ആയിരിക്കും. ദെൻ last query, SQL statement to delete the CS department and its effect. ഒരു CS എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അത് ഡിലീറ്റ് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ എഫക്റ്റ്? അപ്പോൾ ഡിലീറ്റ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് വെയർ ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു CS. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വറി ആണ്. ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ഫ്രം, ഇത് നമ്മുടെ സിന്റാക്സ് ആണ്. ഇത് ടേബിളിന്റെ പേര്, ദിസ് ഇസ് ദി ടേബിൾ നെയിം, വെയർ അതിൻ്റെ അകത്ത് ക്ലോസ് കൊടുക്കണം. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു വെയറും, ഇത് സിന്റാക്സിന്റെ ഭാഗമാണ്. ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ പേര് ഈക്വൽ ടു CS എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ID CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിവിടെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് ഓൺ ഡിലീറ്റ് ചെയ്യുമ്പോൾ സെറ്റ് നള്ളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ്. പ്രൊഫസർ എന്ന് പറയുന്ന ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർ റെഫറൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ CS ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഓൺ ഡിലീറ്റ് കാസ്കേഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ CS എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റെഫറൻസ് ചെയ്യുന്ന എവിടെയൊക്കെ റെഫറൻസ് ചെയ്യുന്നുണ്ടോ അവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ പ്രൊഫസേഴ്സിനെയും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഓൺ ഡിലീറ്റ് കാസ്കേഡ് ഉള്ളത് കൊണ്ട് വാട്ട് വിൽ ഹാപ്പൻ? ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റുഡൻസും എല്ലാ പ്രൊഫസേഴ്സും ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോറിൻ കീ കൺസ്ട്രെയിൻ ഉള്ളത് കാരണം ഡിലീറ്റ് കാസ്കേഡ് ആയതുകൊണ്ട് ബാക്കി ടേബിളുകളിൽ എവിടെയൊക്കെ റെഫറൻസ് ചെയ്തിട്ടുണ്ടോ അവിടെയുള്ള എല്ലാത്തിനെയും ഡിലീറ്റ് ആയി പോകും. അപ്പം നമ്മളത് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ഓൺ ഡിലീറ്റ് കാസ്കേഡ് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നമ്മൾ അത് ഡിലീറ്റ് ആവില്ലായിരുന്നു. ആ കൂടി ഈ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ നിന്ന് മാത്രം CS ഉള്ളത് ഡിലീറ്റ് ആയിപ്പോൾ ബാക്കി 2 ടേബിളിലും CS ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റുഡൻസ് CS ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫും അവിടെ കിടക്കും. അപ്പൊ നമ്മൾ മാനുവലി എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട വന്നതിന്. പക്ഷെ ഇവിടെ നമ്മൾ ഓൺ ഡിലീറ്റ് കാസ്കേഡ് കൊടുത്തത് കൊണ്ട് നമുക്കത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഓക്കെ ഓൺ ഡിലീറ്റ് സെറ്റ് നള്ളാണ് കൊടുത്തത്. ഇവിടെ ഓൺ ഡിലീറ്റ് കാസ്കേഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓൺ ഡിലീറ്റ് സെറ്റ് നള്ള് കൊടുത്തത് കൊണ്ട് വാട്ട് ഹാപ്പൻ? ഈ 2 ടേബിളിലും സ്റ്റുഡന്റ് ടേബിളിലും പ്രൊഫസർ ടേബിളിലും CS എന്ന് കടത്തേക്കുന്ന എല്ലായിടത്തും നൾ എന്നായിരിക്കും എഴുതി വരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന അനുസരിച്ച് ഇരിക്കും. ഓക്കെ, ഇനി next question we will discuss in the next video. Thank you.